അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോൺഫൻ ക്രൗൺ ഈ സ്ഥാപനത്തിൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ ഉദ്ഘാടന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ട് ചരണം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരം, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരം. അങ്ങീന്റെ ഉള്ളം നന്ദി നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേ, ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പൊന്നി ദയനന്ദം വന്ദനമേ, ദേവ പൊന്നി ദയനന്ദം വന്ദനമേ. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മകൾ ശക്തി നീയെ, നാഥ അന്തികയുള്ള മകൾ ശക്തി നീയെ. മന്നീതത്തിലടിയാൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനും, ദേവവന്ദനം ചെയ്യും തിരുനാമത്തിനും. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യങ്ങളും നിങ്ങൾ പ്രകാരം തന്നെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകുന്ന എല്ലാ നന്മകൾക്കായും എല്ലാ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ സ്ഥലം പ്രിയമക്കൾ വാങ്ങിയ സമയം മുതൽ ഇതിൻ്റെ പണികളിലുടനീളം ദൈവത്തിൻ്റെ സാന്നിധ്യം പേർന്നതുകൊണ്ട് നന്ദി. ഒരുപാട് അംഗങ്ങളുടെ അധ്വാനവും ചിന്തകളും പ്രവർത്തനവും ദൈവമേ ഇതിൻ്റെ പിന്നിൽ ആവശ്യമായിരുന്നു. ഇത് ഞങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ട സമയം മുതൽ ഏറ്റവും ഭംഗിയായ വിധത്തിൽ ഇത് ക്രമീകരിക്കുന്നതുവരെയും ദൈവം ആലോചനകൾ നൽകി അധ്വാനത്തിൽ കൂടെ ഇരുന്ന് പരിപാലിച്ചു. ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ അംഗങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. യാതൊരുവിധ ദോഷങ്ങളോ പ്രതികൂലങ്ങളോ ഇല്ലാതെ വണ്ണം ഏറ്റവും മനോഹരമായി അഭിമാനത്തോടുകൂടെ ദൈവമേ ഫ്ലാറ്റ് നിർമ്മിച്ച് പൂർത്തീകരിപ്പാൻ ദൈവം അങ്ങ് സഹായിച്ചുവല്ലോ. കർത്താവ്, ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച പ്രിയമക്കളെ ഇനിയും ആരോഗ്യത്തിലും അനുഗ്രഹത്തിലും വഴി നടത്തുകയും പ്രവർത്തന മേഖലകളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചുമതലക്കാരായി നിന്ന് ഈ ചിന്തകൾക്കനുസരണമായി ഭംഗിയായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച അംഗങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇനിയും ദൈവം കൂടുതലായി അനുഗ്രഹിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഇവിടെ പാർക്കേണ്ടുന്ന അംഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ ബന്ധുജനങ്ങളെയും പ്രിയപ്പെട്ടവരെയും വിട്ട് ഈ സ്ഥലത്ത് പ്രിയമക്കൾ താമസിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടെ ഇവിടെ താമസിക്കുന്നതിനും ഇവിടെ പാർക്കുന്ന പ്രിയമക്കളുമായി സൗഹൃദത്തിലും സ്നേഹത്തിലും ജീവിക്കുന്നതിനും ദൈവം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇന്നു മുതൽ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ഫ്ലാറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. ദൈവം വിശുദ്ധീകരിച്ച് ഈ സ്ഥലത്തെ വാഴ്ത്തണമേ. ഞങ്ങൾക്ക് മുൻപായി അങ്ങ് ഇതിൽ പ്രവേശിക്കുകയും കർത്താവ് സംരക്ഷണം നൽകി പരിപാലിക്കുകയും ചെയ്യണമേ. ദോഷങ്ങളില്ലാതെ ദൈവം പരിപാലിക്കണമേ. അനുഗ്രഹങ്ങളോടുകൂടെ ജീവിപ്പാൻ, ആരോഗ്യത്തോടുകൂടെ ജീവിപ്പാൻ ഇതിൽ പാർക്കുന്ന പ്രിയമക്കളെ അങ്ങ് സഹായിക്കണമേ.
സമാധാനവും സന്തോഷവും നൽകി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന ഉദ്ഘാടനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം കൂടെ ഇരിക്കുകയും എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമാക്കി ഈ ദിവസത്തെ ദൈവം വേർതിരിച്ച് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഇവിടെ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടെ ഇരിക്കണമേ, വഴി നടത്തണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിലെല്ലാം ദൈവത്തിൻ്റെ അനന്തമായ സംരക്ഷണവും കൃപയും അനുഭവിക്കാൻ സഹായിക്കണമേ. ദൈവം കൂട്ടായി കൂടെ ഇരുന്ന് വഴി നടത്തണമേ. ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള നല്ല പിതാവേ, ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവും നമ്മെല്ലാവരോടും ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുന്ന ഈ ഫ്ലാറ്റിൻ്റെ പ്രവർത്തനങ്ങളോടും ഇതിൽ പാർക്കുന്ന പ്രിയമക്കളോടും നാം ഓരോരുത്തരോടും ഇന്ന് വന്നേക്കിരിക്കുമാറാകട്ടെ. ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനും റിപ്പബ്ലിക് ഓഫ് സ്ലോവേക്കിയയുടെ ഹോണറി കൗൺസിലുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ റോയ് സാറിനാണ് സ്വാഗതം ആശംസിക്കേണ്ടത്. ഈ ചടങ്ങ് ധന്യമാക്കുവാൻ അദ്ദേഹം ഇവിടെ എത്തേണ്ടതായിരുന്നു. എന്നാൽ ചില അവിചാരിത കാരണങ്ങൾ എത്തുവാൻ സാധിച്ചില്ല. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സാറിനെ അറിയാത്തവർ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭ, ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ നിർമ്മാതാവ്, നാഷണൽ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർ, ഗോൾഫേഴ്സുകളുടെ അധിപൻ, ബിഗ് ബോസ്, സ്റ്റാർ സിംഗർ, നിങ്ങൾക്കും ആകാം കോടീശ്വരൻ തുടങ്ങിയ ജനകീയ പരിപാടികളുടെ സ്പോൺസർ, രാഷ്ട്ര നയതന്ത്രജ്ഞൻ, ലോകമറിയുന്ന സെലിബ്രിറ്റി എന്നീ നിലകളിലെല്ലാം സ്വന്തമായി കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ റോയ് സാറിൻ്റെത്. ഈ വർഷം മുതൽ റോയ് സാറ് കേരളത്തിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 200 കുട്ടികൾക്ക് 50,000 രൂപ വെച്ച് 1 കോടി രൂപ ചെലവാക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. അത് പാവപ്പെട്ട സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. 30-ാം തീയതി ആയിരുന്നെന്ന് തോന്നുന്നു ഡേറ്റ്. എങ്കിലും ആളില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്നതാണ്. ബഹുമാനപ്പെട്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സാറിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ബഹുമാനപ്പെട്ട MD ശ്രീ ജോസഫ് സാറിനെയാണ്. ജോസഫ് സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം. കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വർഷങ്ങളെ കോൺഫിഡൻസ് ഗ്രൂപ്പ് മുന്നിൽ നിൽക്കുന്നതിൻ്റെ കാരണം കോൺഫിഡൻസ് ഗ്രൂപ്പ് കേരള ഓപ്പറേഷനെ നയിക്കുന്ന ശ്രീ ജോസഫ് സാർ ആയതുകൊണ്ടാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പെർമിറ്റ് ഫീയുടെ വർധനമായിക്കോട്ടെ, മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് മൈനിങ് ആൻഡ് ജിയോളജിയിലുള്ള കാലതാമസമായിക്കോട്ടെ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കാലതാമസമായിക്കോട്ടെ, പിന്നെ അതല്ല വേറെ നിർമ്മാണ സാമഗ്രികളുടെ വിലവർത്തനമായിക്കോട്ടെ, അതിനെല്ലാം ആദ്യമായി പ്രതികരിക്കുന്ന, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും ആദ്യമായി പ്രതികരിക്കുന്ന വ്യക്തി ജോസഫ് സാറാണ്. മറ്റ് ബിൽഡേഴ്സോ കെടായി ഒന്നും വരുന്നതിനൊക്കെ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം അത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് അദ്ദേഹം നൽകുന്ന സംഭാവനകൾ വിലമതിക്കാത്തതാണ്. പിന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ എല്ലാവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഇനിഷ്യേറ്റീവ് ശ്രീ ജോസഫ് സാറാണ്. പല കുടുംബങ്ങളെ അവശതയിൽ നിന്ന് ശ്രീ ജോസഫ് സാർ കൈപിടിച്ചുയർത്തിയിരിക്കുന്നു. സാറിൽ നിന്ന് സഹായം ലഭിച്ച എത്രയോ കുടുംബങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജോസഫ് സാറിൽ കൂടി ദൈവത്തിനെ കണ്ടിരിക്കുന്നു, ദൈവമാണ് ജോസഫ് സാർ എന്ന്. ജോസഫ് സാർ വളരെ സിമ്പിളും ഹമ്പിളും എപ്പോഴും പ്രസന്നതയും സഭ്യഭാവവുമുള്ള അമേസിംഗ് പേഴ്സണാലിറ്റിയുള്ള ഒരു പച്ചയായ മനുഷ്യനാണ്. ഡൗൺ ടു എർത്ത് പേഴ്സൺ. കമ്പനി MD ആണെങ്കിലും ഏതൊരാൾക്ക് എപ്പോഴും ഏതാവശ്യത്തിനും അദ്ദേഹത്തിനെ സമീപിക്കാൻ പറ്റും. ഏത് കാര്യം പറഞ്ഞാലും അദ്ദേഹം ശ്രദ്ധയോടെ കേൾക്കും. അത് നല്ല കാര്യമാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകുവാൻ പറയും. 3 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു 8 വർഷത്തിന് മുമ്പ് നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു സീനിയർ പൊസിഷനിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിന് 8 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യം പ്രകാരം അത്ര കമ്പനി വിട്ടുപോവുകയും മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയും
അതിനുശേഷം ഒരു 5-6 മാസമായിട്ട് നമ്മുടെ കമ്പനിയിൽ വീണ്ടും റീജോയിൻ ചെയ്യുകയുണ്ടായി. ആ 3 മാസത്തിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ദിവസം ജോസഫ് സാറിൻ്റെ ഒരു വിളി വന്നു, ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ, ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മറ്റൊന്നും ചിന്തിച്ചില്ല, അവിടുത്തെ റിസിഗ്നേഷൻ ഇട്ടു. ടാറ്റ പറഞ്ഞ കമ്പനിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജോസഫ് സാറിൻ്റെ അടുക്ക് നമുക്ക് എന്തും പറയാം, അദ്ദേഹം അത് ശ്രദ്ധയോട് ലിസൺ ചെയ്യും. ലിസൺ ചെയ്യുന്ന വേടെന്നാണ് പുള്ളി ഉപയോഗിച്ചത്. ലിസൺ ചെയ്യും, അത് നല്ലതാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറയും, ഗോഹെഡ് പറയാം, നമുക്ക് ധൈര്യമായിട്ട് ജോലി ചെയ്യാം. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പാളീച്ച വന്നാൽ ആ പാളീച്ചയുടെ ഇത് സാർ എടുത്തോളും, പക്ഷെ ഗെയിൻ വന്നാൽ അത് നമുക്ക് തന്നെ സാറ് വിട്ടുതരും. മറ്റുള്ള കമ്പനികളിൽ ചെയ്തപ്പം ആ ഒരു സുഖം കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് സാറിന് പേര് വേണമെങ്കിൽ ഞാൻ പറയാം, ആരാ പറഞ്ഞു എന്നുള്ളത്. മറ്റാരുമല്ല സാർ, സന്നത്ത്. ആ സന്നത്ത് അവിടെ വെച്ച് മറ്റേ കോൺഫിഡൻറ്റ് മാളിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ സന്നത്ത് പറഞ്ഞു കാണിക്കരാം. അത് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ സാർ. ബഹുമാനപ്പെട്ട ശ്രീ MD ശ്രീ ജോസഫ് സാറിനെ ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കൺസ്ട്രക്ഷൻ നേതൃത്വം നൽകുന്ന ഡയറക്ടർ പ്രോജക്ട് ശ്രീ ജോയ് സാറാണ്. കൺസ്ട്രക്ഷൻ മാനുവലിൽ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിർമ്മാണം നടത്തുന്ന ഏക ബിൽഡർ കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണെന്ന് വളരെ അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ജോയ് സാറിൻ്റെ ലീഡർഷിപ്പിന് മാത്രമേ കഴിയുകയുള്ളൂ. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ ട്രെയിനീസ് എഞ്ചിനീയറായിട്ടും സൈറ്റ് എഞ്ചിനീയറായിട്ടും ജോലി ചെയ്തിട്ട് ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലും നല്ല പ്രൊഫഷനിൽ ധാരാളം എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇന്ന് ഈ നിലയിലെത്താൻ കാരണം ജോയ് സാറിൻ്റെ കൂടെ 2-3 വർഷം ജോലി ചെയ്തതിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് മൂലമാണെന്ന്. കൺസ്ട്രക്ഷൻ്റെ എല്ലാ മേഖലയിലും അവർക്ക് ജോയ് സാറിൽ നിന്ന് കിട്ടിയ അറിവ് പ്രയോജനപ്പെടുത്തി നല്ല ആത്മവിശ്വാസത്തോട് പ്രവർത്തനം കാഴ്ചവെക്കുവാൻ അവർക്ക് കഴിയുന്നു. റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിക്ക് മാത്രമല്ല, രാജ്യത്തിന് തന്നെ നല്ല എഞ്ചിനീയേഴ്സിനെ സംഭാവന ചെയ്യുവാൻ ശ്രീ ജോയ് സാറിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രോജക്ട്സ് ഡയറക്ടർ ശ്രീ ജോയ് സാറിനെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ 18 വർഷത്തെ വളർച്ചയ്ക്ക് പിന്നിൽ ജോസഫ് സാറിനൊപ്പം ജോസഫ് സാറിൻ്റെയും ജോയ് സാറിൻ്റെയും കൂടെ വളരെ സൈലൻ്റായി ഒരു മഹത് വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, ദ വൺ ആൻഡ് ഓൺലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷീത മാഡമാണ്. എല്ലാ പ്രോജക്റ്റിൻ്റെ എല്ലാ ഡേറ്റുകളും, അത് ഓൺഗോയിങ് പ്രോജക്റ്റ് ആയാലും കംപ്ലീറ്റഡ് പ്രോജക്റ്റ് ആയാലും ഷീത മാഡത്തിന് ഹൃദയസ്ഥമാണ്. ജോയ് സാറിനോ ജോസഫ് സാറിനോ എന്തെങ്കിലും ഡീറ്റെയിൽ ആവശ്യമായി വന്നാൽ ആദ്യം വിളിക്കുന്നത് ഷീത മാഡത്തിനെയാണ്. അതുപോലെ തന്നെ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നതിനും ടാർഗറ്റ് ഓറിയൻറ്റഡായി വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനും പ്രോജക്റ്റ് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയും വേണ്ട സഹായങ്ങളെയും ചെയ്യുന്ന ഷീത മാഡമാണ്. ആദരണീയായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീമതി ഷീത മാഡത്തിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട എല്ലാ ഫ്ലാറ്റ് ഓണേഴ്സിനെയും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ബാങ്ക് ഓഫീസേഴ്സ്, ഗവൺമെൻറ് ഓഫീസേഴ്സ്, വെണ്ടേഴ്സ്, കോൺട്രാക്ടേഴ്സ്, ബഹുമാനപ്പെട്ട നാട്ടുകാർ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സ്റ്റാഫുകൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും ഹൃദയപുരസ്സരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നെക്സ്റ്റ് ലൈറ്റനിങ് ദ ലാമ്പ് സെറമണിയാണ്. ദീപം തെളിയിക്കുന്നതിനായി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുന്നു. ശ്രീ ജോസഫ് TA, ശ്രീ ജോയ് J. കിളുവർ, ശ്രീമതി ഷിജിത ഉല്ലാസ്, ശ്രീ ശിവൻകുട്ടി.
ഒരു നല്ല തുടക്കം നൽകിയാണ് ഈ ദീപം തെളിയിച്ചിരിക്കുന്നത്. എല്ലായ്പ്പോഴും ഈ വെളിച്ചം നമുക്കൊരു വഴികാട്ടിയായിരിക്കട്ടെ. നെക്സ്റ്റ് അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും പ്രിയങ്കരനായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ടി എ ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. പ്രത്യേകിച്ച് ഇന്ന് 137 ഫ്ലാറ്റുകളുടെ ഈ ഹാൻഡിങ് ഓവറാണ്. 137 ഫാമിലിയുടെ 48 148 ഫാമിലിയുടെ ഒരു ഡ്രീം പൂവണിയാണ്. അവരുടെ ഹാർഡ് ഏൺ മണി, അതിൻ്റെ ഒരു ഏർണിങ്സിൻ്റെ തുടക്കമാണ്. ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആസ് യൂഷ്വൽ കൊറോണയുടെ പ്രശ്നങ്ങൾ, അതുപോലെ വാട്ടർ ടേബിൾ കൂടുതലും മഴകളും ഇതൊക്കെ കാരണം പലപ്പോഴും ബേസ്മെൻറ്റിൻ്റെ വർക്കെല്ലാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വന്ന് ഒരു വർഷത്തോളം, ഒരു ഏകദേശം 9 മാസത്തോളം നമ്മൾ വളരെ സഫർ ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഈ എല്ലാവരും നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ജോലിക്കാരെല്ലാമാണ് കൂടുതലും. ഇവരാണ് നമ്മുടെ ആൾക്കാരും വർക്ക് ചെയ്യാനില്ല. അപ്പോൾ അവരുടെയൊക്കെ അവൈലബിലിറ്റി, കാരണം അവരുടേതായ ഫെസ്റ്റിവൽസിന് അവർ പോയി കഴിഞ്ഞാൽ ഒരു മാസം 45 ദിവസം കഴിഞ്ഞ് മാത്രമാണ് വരിക. പിന്നെ കുറേ പ്രശ്നങ്ങളോടുകൂടി ഈ പ്രോജക്റ്റ് കുറച്ച് ഡിലേ ആയി. ഒരിക്കലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സാമ്പത്തികമായിട്ട് ഇതിലെന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ഡിലേ ആക്കിയതല്ല ഈ പ്രോജക്റ്റ്. ഞങ്ങളെന്നും എപ്പോഴും ഇത്, അതായത് ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇത് പലയിടത്തും മനസ്സാവാച കർമ്മ ഇതിലൊരു ഡിലേ വരുത്താനും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് ഇതിന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. എനിവേ, അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഇത് സ്മൈൽ ഹോം, അത് കോമ്പാക്ട് ഹൗസിംഗ് പ്രോജക്റ്റ് ആണെങ്കിൽ തന്നെയും ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ക്വാളിറ്റിയിലോ മെറ്റീരിയൽസിലോ ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം. എന്തെല്ലാമാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്നത്, അമ്യൂണിറ്റീസ് പ്രോമിസ് ചെയ്തിരുന്നത്, അതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നതും വളരെയധികം അഹങ്കാരത്തോട് പറയാൻ സാധിക്കുന്നു. ഇനിയൊരു തുടക്കത്തിൻ്റെ സമയമാണിത്. ഈ പ്രോജക്റ്റ് 100%, നമ്മൾ ഒരിക്കലും ഒരു കാര്യം 100% പൂർത്തീകരിക്കാതെ, വെദർ ഇറ്റ് ഈസ് ഈവൻ ഒരു ചെറിയ അമ്യൂണിറ്റീസിൻ്റെ കാര്യത്തിലായപ്പോൾ ഒരു കാര്യങ്ങളും പെൻഡിങ് വെക്കാതെ 100% ആയിട്ട് മാത്രമേ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പ്രോജക്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്യാറുള്ളൂ. പല ബിൽഡേഴ്സും ചെയ്യുക, എല്ലാവരും ഒന്നുമല്ല, എന്നാലും ഒട്ടുമിക്കവരും ചെയ്യുക, ഒരു വിറ്റുപോയ ഫ്ലാറ്റുകളെല്ലാം ആദ്യം കംപ്ലീറ്റ് ചെയ്യുക, ടൈലിടുക, ഡോർ വയ്ക്കുക, പെയിൻ്റ് അടിക്കുക, CP സാൻഡ് ഫിറ്റ് ചെയ്യുക, പോരുക. ആ ഒരു സ്റ്റൈലാണ് എല്ലാവരും ചെയ്തുകൊണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപയാൽ ഇന്ന് വരെ ആ ഒരു സ്റ്റൈലിലല്ല പോണേ. എല്ലാ കാര്യങ്ങളും 100% മേക്ക് ഷുവർ ചെയ്ത് എല്ലാം ക്വാളിറ്റിയിൽ എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടും മാത്രമേ ഉള്ളൂ നമ്മളുടെ പ്രോജക്റ്റുകൾ ഹാൻഡ് ഓവർ ആയിട്ട്. അത് നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. എന്തെല്ലാമാണോ നിങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുക അതെല്ലാം ഈ പ്രോജക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഡ്രീം സേഫാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച്
ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ, ഇൻവെസ്റ്റ് സെൻസ് വാട്ട് എവർ ഇറ്റ് മേ ബി, ഇത് നമ്മളത് എൻഡ് യൂസർ ആയാലും ഇൻവെസ്റ്റർ ആയാലും അതൊരു വളരെ ഒരു അംഗീകാരമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. അത് നിങ്ങളുടെ ആ ഒരു സഹായത്തിന് ഞങ്ങളെപ്പോഴും നന്ദി പറയുന്നു. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രോജക്റ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കംപ്ലീഷന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പേപ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞു. എല്ലാ പ്രോജക്റ്റും കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്തു. പ്രോജക്റ്റ് കംപ്ലീഷൻ്റെ പേപ്പേഴ്സ് എല്ലാം കോർപ്പറേഷനിലത് ഇതല്ലേ പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞു. ഫയറിൻ്റെയും PCBയുടെയും ഇങ്ങനെ 3-4 കാര്യങ്ങളൊന്ന് ഫയർ, PCB പ്ലസ് ബിൽഡിംഗ് പ്ലാൻ, ഇതിൻ്റെയാണ് OCക്ക് മുമ്പ് കൊടുക്കേണ്ടതും അതിൻ്റെ ക്ലാരിറ്റി എടുക്കേണ്ടതും അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ക്ലിയറായി കഴിഞ്ഞു. ഫയറിൻ്റെയൊക്കെ ഇൻസ്പെക്ഷൻ നടന്നു എന്ന് വിചാരിക്കും. ഇന്നാണ് നടക്കേണ്ടത്, ഇന്നലെ നാളെയോ അങ്ങനെ എന്തോ. അപ്പോൾ ഇതിപ്പോഴുള്ള കാര്യങ്ങളെല്ലാം ത്രൂ ആണ്. അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ നമ്മൾക്ക് ഇതിൻ്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മളുടെ ഭാഗത്ത് കോൺഫിഡൻറ്റ് സെൻസ് നിങ്ങളുടെ ഭാഗത്ത് യാതൊരുവിധ പെൻഡിങ് അതിലില്ല. ഇനി ഗവൺമെൻറ്റിൻ്റെ LSDD ഡിപ്പാർട്ട്മെൻറ്റാണ് അതിലൊക്കെ തീരുമാനമെടുത്ത് അതനുസരിച്ച് സ്പീഡപ്പ് ആക്കുന്നതനുസരിച്ച് നമ്മൾക്ക് എത്രയും നേരത്തെ ഇതിൻ്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷനെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഒക്യുപ്പൻസി കിട്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1% ഒരു എന്താ പറയുക ഒരു ഡിസ്കൗണ്ട്, അതായത് ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റും. നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ആ 1% മാത്രമേ ഉള്ളൂ ഡിഫറൻസ് നിങ്ങൾ ബെയർ ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ അടുത്ത സെക്ഷൻ. പിന്നെ ഇവിടെ ഫയറിൻ്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞോ അത് ഫയറിൻ്റെ കഴിഞ്ഞു അടുത്ത ആഴ്ചയാണ്. അപ്പം അത് കഴിഞ്ഞ് അവർ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു, നോ റിമാർക്സ്. ഇല്ലെങ്കിൽ ആരെങ്കിലും വളരെ അത്യാവശ്യമായിട്ട് താമസിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. നമ്മൾ ടെമ്പററി കണക്ഷൻസ് എല്ലാം കൊടുക്കും, ഇലക്ട്രിക്കൽ കണക്ഷൻസും വാട്ടർ എല്ലാം ഓൾറൈറ്റാണ് എവറിത്തിങ്ങിൻ്റെ. ബട്ട് മറ്റുള്ളതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ OC കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് ഇലക്ട്രിസിറ്റി പെർമനൻറ്റ് കണക്ഷനും അതുപോലുള്ള കാര്യങ്ങളും ഡോർ നമ്പറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. പക്ഷേ നിയമപരമായിട്ട് അത് നിങ്ങൾക്ക് ഒരു വിലങ്ങ് തടിയല്ല, നിങ്ങൾക്ക് താമസിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി ഇൻറ്റീരിയർ ചെയ്യേണ്ട ആൾക്കാർക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. ഇനിയും എത്രയും നേരത്തെ ചെയ്ത് തീർത്ത് നിങ്ങൾക്ക് റെൻറ്റിന് കൊടുക്കാനാണെങ്കിൽ അതിനും ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് ഈ ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോജക്റ്റുകളാണ് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം ഏറ്റവും കൂടുതൽ പോകുന്ന റെൻറ്റിലാണ്. അതായത് നല്ലൊരു റെൻറ്റ്, ചെറിയ രീതിയിലുള്ളൊരു ഫർണിഷിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു അവസരവും കൂടി ഇതിലുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടുത്തെ കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്. അത് ഹാൻഡ് ഓവർ ചെയ്യണം. അതായത് താക്കോല് വാങ്ങിക്കുന്നതല്ല, വീട് അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ പർട്ടിക്കുലർ യൂണിറ്റ് ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ ഒരു 5 ദിവസം ഒരാഴ്ച മുമ്പ് നമുക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്ലീനിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് കൈമാറുന്നതാണ്. ഈ പ്രോജക്റ്റ് ഇന്നിപ്പോൾ നമ്മൾ മെയിൻ്റനൻസിൻ്റെ ഒരു പീരിയഡ് ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യുക 6 മാസത്തെ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ ഈ മെയിൻ്റനൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു OC കിട്ടുന്നു, അതായത് ഫസ്റ്റ് ഇലക്ട്രിക് കണക്ഷൻ കിട്ടുന്നു. OC കിട്ടിയാലും പിന്നെ പവറിൻ്റെ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, കോമൺ ഏരിയയുടെ പവർ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് സ്റ്റാർട്ട് ചെയ്യും. അത് തൊട്ട് 6 മാസത്തേക്കാണ് നമ്മളിത് ചെയ്യുക. അപ്പം അതിനുള്ളിൽ
ഈ 6 മാസവും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ ഇവിടെ ഉണ്ടാവും. ഞങ്ങളുടെ സ്റ്റാഫ് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവർ തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഈ 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അസോസിയേഷൻ ഫോർമേഷൻ ഉണ്ടാവും. അത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഗ്യാതറിങ് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് കൂടി അതിലൂടെ അസോസിയേഷൻ ഫോർമേഷൻ നടത്തും. അതിലുള്ള ഇവിടെ താമസിക്കുന്ന ഈ 6 മാസത്തിനുള്ളിൽ താമസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാവും. അവരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അല്ലാതെ താമസിക്കാത്ത ആൾക്കാരായാലും കുഴപ്പങ്ങളൊന്നുമില്ല. അത് ഓണേഴ്സാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെയുള്ളൊരു അസോസിയേഷൻ ഫോർമേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ 1 മാസത്തേക്ക് കൂടി ഈ പ്രോജക്റ്റ് ആസ് ഇറ്റ് ഈസ് ഇതിൽ ഓടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. കാരണം പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്ത് അന്ന് തന്നെ ഞങ്ങൾക്ക് ഇത് വിട്ടു പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെയുള്ള പുതിയ അസോസിയേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ രീതിയിലുള്ള സ്റ്റാഫുകളും അവർക്ക് ഉചിതമായ രീതിയിലുള്ള ആൾക്കാരെയും വെച്ച് ഇത് റൺ ചെയ്ത് കൊണ്ടുപോകണം. ഇതിൻ്റെ എല്ലാ മിഷനറീസും ലിഫ്റ്റുകൾ അതുപോലെ തന്നെ CP സാനിറ്ററീസ് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ലോക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം ചിലവരുടെ 10 വർഷം വരെയെല്ലാം വാറണ്ടി ഉണ്ട്, ചിലവരുടെ 5 വർഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഇതുപോലുള്ള ഫിക്സേഴ്സിനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുൾ സെറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പ്രോപ്പർട്ടിയുടെ 5 വർഷ കാലാവധി ആവറേജ് വെച്ചോ 5 വർഷം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്ത് വന്നാൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു തരും. പിന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 6 മാസം കഴിഞ്ഞ് 1 മാസം കൂടെ നിന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇന്നെന്തേക്കുമായിട്ട് ബൈ പറയുന്ന കമ്പനിയല്ല. നിങ്ങൾക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സ്ട്രക്ചറലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട്. പക്ഷെ നിങ്ങൾ അസോസിയേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഓൺ സ്റ്റാഫിനെ ഒരു കമ്മിറ്റി അവരുടെ ജോലിക്കാരിൽ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വെച്ച് തന്നെ ഇതെല്ലാം ഓടിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഈ ലിഫ്റ്റ് അതുപോലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു മാസത്തെ മെയിൻ്റനൻസ് ചാർജ് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വേണം. ചിലപ്പോൾ ഒരു 2 രൂപ അല്ലെങ്കിൽ 2.5 രൂപ പെർ സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് മെയിൻ്റനൻസ് ചാർജായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം അതിൽ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന പല AMCകളാണ്, ലിഫ്റ്റുകൾ അതുപോലുള്ള STP അങ്ങനെ പല കാര്യങ്ങളും അതിനെ ഒരു ഏജൻസിയെ വെച്ച് തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ലിഫ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം AMC ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ വന്ന് റിപ്പയർ ചെയ്തു പോകും. അവരെപ്പോഴെങ്കിലും വന്ന് റെക്ടിഫൈ ചെയ്യും. എന്ത് ഇതിലും വിളിച്ചാൽ അവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള AMCs അതുപോലെ ഇൻഷുറൻസുകൾ എല്ലാത്തിനും ഇൻഷുറൻസ് ഉണ്ടാവും. ബിൽഡിങ്ങിന് ഇൻഷുറൻസ് ഉണ്ടാവും. ഇപ്പോഴും ആസിറ്റീസ് എല്ലാത്തിനും ഉണ്ട്. അത് തന്നെ നിങ്ങളും കണ്ടിന്യൂ ചെയ്യുക. ഇതിലൊന്നും ഒരു വീഴ്ചയും വരുത്താൻ ശ്രമിക്കരുത്. സാധാരണ കണ്ടുവരിക ഈ അസോസിയേഷൻ അതായത് ഇവിടെ ഇൻമേറ്റ്സ് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പല ഐഡിയകളുണ്ടാവും. എങ്ങനെ കോസ്റ്റ് കട്ടിങ് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഓഫ് കോഴ്സ് ഓരോ പൈസക്കും അതിൻ്റെതായ വിലയുണ്ട്. പക്ഷെ എന്നായിരുന്നാലും നമ്മളുടെ ഈ പ്രോജക്റ്റിനെ ബാധിക്കുന്ന രീതി, പ്രത്യേകിച്ച് എക്യുപ്മെൻസിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റ് കട്ടിങ്ങിനും ഒരാളും സമ്മതിച്ചു കൊടുക്കരുത്. കാരണം അത് നിങ്ങളുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ വീടിനെ തുറന്നു തിന്നതിന് തുല്യമാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ആംബിയൻസും അതുപോലെ ഇവിടുത്തെ മെയിൻ്റനൻസും അതിനനുസരിച്ച് സെക്യൂരിറ്റിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം അത്യാവശ്യമുള്ളതാണ്.
ഇതിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യരുതെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇപ്പോൾ ലിഫ്റ്റ് ആയാലും അതിൻ്റെ ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് ലാക്സ് ഒക്കെ ആയിരിക്കും, 1 lakhs ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് 2 കട്ട് ചെയ്താൽ 2 ലക്ഷം രൂപ ലാഭിക്കാം ഒരു വർഷം. പിന്നത്തെ ഒരു പ്രധാന ഘടകം STP ആണ്. അതിനും അതിൻ്റെ ഒരു AMC ഉണ്ടാവണം. അപ്പോൾ ഈ STPനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. STP എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, അതാണ് നമ്മളുടെ ഈ സീവേജും എല്ലാം പ്രോസസ്സ് ചെയ്യുന്നതും കുഴപ്പമില്ലാത്ത രീതിയിൽ അത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ബാക്ടീരിയയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ധാരാളം മോട്ടോഴ്സും കുറേ സിസ്റ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന എക്സ്പെൻസ് മെയിൻ്റനൻസിൽ STPയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും. പക്ഷെ അതിനൊരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അത് അങ്ങനെ തന്നെ ഒരു ഏജൻസിനെ വെച്ച് കണ്ടു തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഏജൻസി ഉണ്ടാവും, അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. ചിലപ്പോൾ ഒരു മാസം നമുക്കൊരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര ഉണ്ടാവും, 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ലാഭിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ, ഇതുപോലുള്ള എല്ലാ മീറ്റിംഗും ഞാൻ പറയും, ഇതൊരു ആറ്റം ബോംബാണ് ഈ സാധനം. 2 ദിവസം, ഒരു ദിവസം തന്നെ വർക്ക് ചെയ്തില്ല, 2-ാം ദിവസം വർക്ക് ചെയ്തില്ല, 3-ാമത്തെ ദിവസം മുതൽ പ്രശ്നങ്ങളായിരിക്കും. പിന്നെ മിഷനറികളൊക്കെ ഡൗൺ ആവും, ബാക്ടീരിയസ് ഒക്കെ പോകും, പ്രോസസ്സ് നടക്കില്ല. പിന്നെ അത് റീവാമ്പ് ചെയ്തെടുക്കുമ്പോൾ വേറെ 2-3 ലക്ഷം രൂപ നടക്കേണ്ടി വരും. അത് തന്നെയല്ല ഇവിടെയൊക്കെ സ്മെല്ലും അതുപോലെ ഓവർഫ്ലോയും ഇത് പ്രശ്നങ്ങളൊക്കെ വരും, അയൽവക്കക്കാരുടെ പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ STPനെ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് 100 പേരുണ്ടെങ്കിൽ 99 പേരും അതിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ ഒരാൾ പറഞ്ഞാൽ ഇത് പറ്റില്ല, ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനുള്ള ഇതുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടീനെ തന്നെ ദുഷ്കരമാക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ദുഷ്കരമാക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും, ഒരു സ്യൂസൈഡ് അറ്റംപ്റ്റ് ആയിരിക്കും. കാരണം എല്ലാവരും ഇവിടെ താമസിക്കുന്നു. നാളെ നിങ്ങളുടെ ഒരു ഗസ്റ്റ് വന്നു, അവർ വരുമ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ കാണുക. അപ്പോഴാണ് നിങ്ങളുടെ ആ ആഡ് ഏൺ മണിക്ക് ഒരു വാല്യൂ ഉണ്ടാവുക. നമ്മൾ എത്ര മോശമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുവോ അതനുസരിച്ച് ഇതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എത്ര മോശമായിട്ട് ഇതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നുവോ അതനുസരിച്ച് വാല്യൂ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ 148 58 എന്തോ ആയിക്കോട്ടെ, 48 യൂണിറ്റിലുള്ള ആൾക്കാരുടെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അപ്രിസിയേഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ എല്ലാം ആസ് യൂഷ്വൽ ഒരു തലിപ്പൊളി ടൈപ്പായിട്ട് പോയിക്കൊണ്ടിരുന്നാൽ ആ പ്രോപ്പർട്ടിയിൽ അപ്രീസിയേഷൻ ഇല്ലാതെ ഡിപ്രീസിയേഷനിൽ പോകും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, എൻ്റെ പ്രോജക്റ്റ് ഈസ് മൈൻ എന്നുള്ളൊരു ചിന്ത നമ്മൾക്കുണ്ടാവും. എൻ്റെ പ്രോജക്റ്റ് നോട്ട് ഓൺലി എൻ്റെ അപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇത് നമ്മളുടെ എല്ലാവരുടെ ആണെങ്കിൽ തന്നെ എൻ്റെയും കൂടിയാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമ്പോൾ ഇതിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. അതർവൈസ് ഞാൻ ഈ പറഞ്ഞ ഡിസാസ്റ്റർസ് ഒക്കെ ഇവിടെ നടക്കും. പിന്നെ പിടിച്ച കയ്യിൽ കിട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കും. ഞാൻ പല മീറ്റിംഗ് പറയാറുണ്ട്, STP എന്ന് പറഞ്ഞത് ഒരു കൊച്ചുകുട്ടീനെ, അതൊരു അമ്മ ഒരു കുഞ്ഞിനെ താലോലിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ താലോലിക്കേണ്ട ഒരു സിസ്റ്റമാണ്. ഇതെല്ലാം ആസ് പെർ ദ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമങ്ങളനുസരിച്ചും അവരുടെ ഡയറക്ഷൻ അനുസരിച്ചും ചെയ്യുന്ന പ്രോസസ്സുകളാണ്. കാരണം 148 വീട് എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു ദിവസം എത്രയോ ടൺ വെള്ളം വേണ്ടി വരുമെന്ന് വിചാരിക്കുക, എത്രയോ KL വെള്ളം വേണ്ടി വരുന്നു. അപ്പം ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് പോകാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കൂട്ടായ പ്രവർത്തനമായിരിക്കണം ഇതിലുണ്ടാകും, കൂട്ടായ പ്രവർത്തനമായിരിക്കണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുക, അത് നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹപ്രദമായി. പിന്നെ ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം
ഇതിൻ്റെ ആക്ച്വൽ ലാൻഡ് ഏരിയ വന്നിട്ട് 86.73 സെൻറ്റ് ആണ് നമ്മൾ പ്രോജക്റ്റിന് വേണ്ടി സാങ്ഷൻ ചെയ്തിരിക്കുന്നതും. അതാണ് നമ്മുടെ ലാൻഡ് 83.73. അതിൽ വന്നിട്ട് അഡീഷണലായിട്ട് നമ്മൾ ഒരു 25 സെൻറ്റ് സ്ഥലം കൂടി, ഇതൊരു അഡീഷണൽ ലാൻഡാണ്, 25 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്. കാരണം ഇത് സ്മൈൽ ഹോം ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ ബുക്കിംഗ് എടുക്കുമ്പോൾ 30 ലക്ഷത്തിനോ അല്ലെങ്കിൽ 28 ലക്ഷത്തിനോ തുടക്കത്തിൽ എന്താ 25-28 ആയിരുന്നു അല്ലേ? 34 അല്ലേ? 34 lakhs ആണ്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഒരു എല്ലാവർക്കും ഓപ്പൺ കാർ പാർക്കിംഗ് എന്നുള്ളൊരു സിസ്റ്റമായിരുന്നു. ഓപ്പൺ കാർ പാർക്കിംഗ് ചെറിയൊരു സൈസ് ഇത്തിരി ചെറുതായിരിക്കും, നോ ട്രസ് നത്തിങ്, ഇങ്ങനെയുള്ളതായിരിക്കും. കാരണം ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് അന്ന് 34 വിൽക്കാൻ സാധിച്ചത്. ഇന്നിപ്പോൾ 55, 52, 55 രൂപ 5 ലക്ഷത്തിനൊക്കെയാണ് ഇതിൻ്റെ റീസെയിലെല്ലാം പോകും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ അപ്രിസിയേഷൻ, നിങ്ങളുടെ ഹാർഡ് ഏൺ മണിയുടെ അപ്രിസിയേഷൻ. വിൽക്കുകയോ വിൽക്കാതിരിക്കുന്നതല്ല കാര്യം, പക്ഷേ ഇതിൽ ഇന്നത്തെ വില 55 ലക്ഷം രൂപയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഈ 86.73 സെൻറ്റിൻ്റെ UDL നിങ്ങൾക്കല്ല, അൺഡിവൈഡഡ് ഷെയർ ഓഫ് ലാൻഡ്, അത് എഗ്രിമെൻറ്റിലും എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിലാകെ ബാക്കിയുള്ളത് ഒരു 4.55 സെന്റ് ആണ് എല്ലാവർക്കും കൂടി വീതിച്ചു കൊടുക്കാത്ത. അൺഡിവൈഡ് ഷെയർ ഇവിടെ കയ്യിൽ വെച്ചിരിക്കുന്നത് 4.55 സെന്റ് ലാൻഡാണ്. അത് നമ്മൾ അസോസിയേഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ അസോസിയേഷൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ഈ അസോസിയേഷനിൽ രജിസ്റ്റേർഡ് അസോസിയേഷൻ ആയിരിക്കും, അപ്പോഴാണ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെയും ഈ 4 എന്തോ വട്ടവർ ആ സെൻസിൻ്റെയും ഉടമസ്ഥർ നിങ്ങൾ തന്നെ. നിങ്ങളുടെ ഓരോ അപ്പാർട്ട്മെൻറ്റിലും അതിൻ്റെതായ അൺഡിവൈഡ് ഷെയർ അതിലേക്ക് വരും. ദാറ്റ്സ് യുവർ ഓൺ ബിസിനസ്. ഞാൻ ഈ 25 സെൻറ്റ് നമ്മൾ വാങ്ങിച്ചത് കാലക്രമേണ നമ്മൾ ഇതിൻ്റെ ഈ സ്മൈലോംസിൻ്റെ പല പല പ്രോജക്റ്റുകൾ ചെയ്തു. എനിക്ക് തോന്നുന്നൊരു 15 പ്രോജക്റ്റുകളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാം ഇന്നത്തെ സ്ഥിതി നോക്കുമ്പോൾ ഇന്ന് എല്ലാവർക്കും ഇത്തിരി വലിയ കാർ പാർക്കൊക്കെ വേണമെന്നുള്ളൊരു പ്രതീതി നമ്മൾക്കുണ്ടായി. പലയിടത്തു നിന്നും പല കോർണറിൽ നിന്നും അങ്ങനെയുള്ള ആവശ്യങ്ങൾ വന്നിരുന്നു. കാരണം നമ്മൾ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ചെറിയ വണ്ടികൾ ലൈക്ക് മാരുതി അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആയിരുന്നു. അതാണല്ലോ ഒരു ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആയിട്ടുള്ളത് നമ്മൾ. അപ്പോൾ ആ രീതി. പക്ഷെ ഇന്നിപ്പോൾ ആ കാലമൊക്കെ മാറി. നമ്മൾ എല്ലാവരും തന്നെ ഒരു സെമി പ്രീമിയം ലെവലിലുള്ള ആൾക്കാരാണ്. പ്രീമിയം ലെവലിലാണ് നമ്മുടെ കാറുകളൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലെങ്ത്തും വിഡ്ത്തൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതൊരു എന്താ പറയുക ഡ്രോബാക്കായിട്ട് ഞങ്ങൾക്ക് തോന്നി. നമ്മളെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എക്സാക്റ്റ് ഉണ്ടാവും, പക്ഷെ അത് ഡ്രോബാക്ക്. അങ്ങനെ ഞങ്ങളത് മാനേജ്മെൻറ്റ് തീരുമാനിച്ചത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇതുപോലെ ഒരു 25 സെൻറ്റ് സ്ഥലം പുറകിലാണ്, ഇത് പുറകുവശമാണ്. അത് നമുക്ക് വന്നു, അത് നമ്മൾ പർച്ചേസ് ചെയ്തു. അത് അഡീഷണലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ ടൈമിൽ അതിൻ്റെ ഈക്വലായിട്ട് UDL ഷെയർ ഓഫ് ഈ 25 സെൻറ്റിൻ്റെയും കൂടി എല്ലാവർക്കും വീതിച്ച് കൊടുക്കുന്നതായിരിക്കും. അതിന് എന്താണ് നമ്മൾ ആക്ച്വലി ഇവിടെ വന്നത് അതിൻ്റെ UDLൻ്റെ പൈസ കൊടുക്കണം. ഇറ്റ്സ് നോട്ട് ഫ്രീ, നോ ഫ്രീ മീൽ അറ്റ് ഓൾ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലാൻഡ് കയറി വരുന്നു. നിങ്ങൾക്ക് നാളെ ഒരു സുപ്രഭാതത്തിൽ ഒരു 50 വർഷം കഴിഞ്ഞ് ഇത് റീഡെവലപ്പ് എല്ലാം ഇത് ആയുഷ്കാലം വരെ നിൽക്കില്ലല്ലോ. 50 വർഷം കഴിയുമ്പോൾ നമ്മൾ റീഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ നിങ്ങൾക്കറിയാം എല്ലായിടത്തും, പ്രത്യേകിച്ച് ബോംബെയിലും അതുപോലെ വലിയ വലിയ മെട്രോ സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ റീഡെവലപ്മെൻറ്റ് നടക്കും. അപ്പോൾ റീഡെവലപ്മെൻറ്റ് നടക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം, അതായത് നമ്മുടെ അടുത്ത തലമുറ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റുകൾ. അത്ര ലാൻഡ് കൂടി കയറി വരുന്നു, അതനുസരിച്ച് അതിൻ്റെ ബെനിഫിറ്റുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ പെയിൻറ്റിങ്, അത് രജിസ്റ്റേർഡ് ഡീഡിലുണ്ടാവും. നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഏത് പ്രോജക്റ്റ് ആയിക്കോട്ടെ എവറി 5 ഇയർ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള പെയിൻറ്റിങ്
ഇൻറ്റേർണൽ ഇൻ ദ സെൻസ് കോമൺ ഏരിയ പെയിൻറ്റിങ്ങും മെയിൻ്റനൻസും നടത്തണം. അതിനുദാഹരണം ഇതിൻ്റെ കുറച്ച് അകലെയായിട്ട് തന്നെ നമ്മളുടെ ഒരു ആദ്യത്തെ പ്രോജക്റ്റ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ആദ്യം ഇവിടെ ചെയ്ത പ്രോജക്റ്റ് ഉണ്ട്. അത് ഏകദേശം 500 ഫ്ലാറ്റുകളായ 2008 ഹാൻഡ് ഓവർ ചെയ്തു. റീപെയിൻറ്റിങ് ചെയ്യുന്നത് ഈ ഒരു 1.5 വർഷം മുമ്പാണ്. അത്ര നാൾ റീപെയിൻറ്റ് ചെയ്തില്ല. അതിൽ ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഹൃദയവേദനമായിട്ട് തോന്നി. അത്ര വൾഗറായിട്ട്. അപ്പം അതിൻ്റെ അപ്രീസിയേഷൻ ഇവിടെ പോയി, അതിൻ്റെ വില ഇവിടെ പോയി. അവിടെ ആൾക്കാർ താമസിക്കാതെ, വാടകയ്ക്ക് പോലും ആൾക്കാർ വരാതെ, കാരണം എന്താണ് അസോസിയേഷൻ കോസ്റ്റ് കട്ടിങ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ പുറത്തുകൂടി പോകുന്ന ആൾക്കാർ നിങ്ങളുടെ ഗസ്റ്റുകളെ വരും, നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് ആ പ്രോജക്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്ക് തോന്നില്ല. പക്ഷെ ദൈവകൃപയാൽ അവരിപ്പോൾ ഒരു 1.5 വർഷം മുമ്പ് പെയിൻ്റൊക്കെ അടിച്ചെല്ലാം ഇപ്പോൾ ബ്രാൻഡ് ന്യൂ പ്രോജക്റ്റായിട്ട് കാണും. അപ്പം അതുകൊണ്ട് അതിലൊക്കെ ചെറിയ വല്ല മാസത്തിൽ ഒരു 10-300 രൂപയായിരിക്കും ഓരോരുത്തർ ഷെയർ ചെയ്യേണ്ട. 5 വർഷം കൊണ്ട് ഇതെല്ലാം പെയിൻ്റ് അടിക്കാനും മറ്റുള്ളതിനും അതുപോലെ കുറേ കുറിച്ച് കൂടുതൽ പ്രോഗ്രസ് ആയിട്ടുള്ള പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ അതിന് സാധിക്കും. വേറെ ഇതുപോലെ ഇലക്ട്രിക് ഇവിടെ ആവശ്യത്തിന് സഫിഷ്യൻറ്റ് വെള്ളം നമ്മൾക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ വേറെ വെള്ളത്തിൽ നിന്നും പുറത്തു പോകേണ്ട ധാരാളം വാട്ടർ അവൈലബിലിറ്റി ഉള്ള ഏരിയ ആണ്. അത്രയധികം വാട്ടർ അവൈലബിലിറ്റി ഉണ്ടായതുകൊണ്ടാണ് നമ്മളിത് താമസിച്ചു പോയി, ഡിലേ ആയി പോയത്. കാരണം വാട്ടർ ടേബിൾ വളരെ ഹൈ ആണ് ഇവിടെ. എങ്ങനെ എന്ത് ചെയ്താലും അവിടെ വെള്ളം ഇങ്ങനെ 5-6 മോട്ടോർ വെച്ചൊക്കെ അടിച്ചിട്ടൊക്കെ ചെയ്യേണ്ട ഗതികേടുണ്ട്. അപ്പോൾ വാട്ടറിനൊരു സ്കേഴ്സിറ്റി ഇല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? വാട്ടർ, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടിയുള്ള ഈ അഭിമാനപരമായ ഈ പ്രോജക്റ്റ് നിങ്ങൾക്കൊരു അസറ്റായിരിക്കും. നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല. അപ്രിസിയേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ 34-32 മേടിച്ചതിന് ഇപ്പോൾ 55 ലക്ഷം രൂപ വരെ വിലയുണ്ട്. അപ്പോൾ അവിടെയും ഇനി ഓരോ ദിവസം കയറുന്തോറും നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ വില കൂടിക്കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 35 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ആൾക്കാർ, ബാങ്ക് ലോൺ എടുത്ത് വാങ്ങിയ ആൾക്കാരാണെങ്കിൽ, ഇൻവെസ്റ്റ്മെൻ്റായിട്ട് വാങ്ങിയ ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ EMI ഇതിൽ നിന്ന് കിട്ടുന്ന വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ചെറിയ ഫർണിഷിങ് ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഫർണിഷിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20,000 രൂപ വരെ റെന്റ് കിട്ടും. അതിവിടെ എല്ലാം ഈ ഇൻഫോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിള്ളേരെല്ലാം ഓടി നടക്കുക വീടുകൾക്ക് വേണ്ടി. അപ്പോൾ അത് ആ റെന്റ് മതി നിങ്ങളുടെ EMI അടച്ചു തീർക്കാനായിട്ട്. അപ്പോൾ കയ്യിൽ നിന്നും 5 പൈസ ചിലവാക്കാതെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സസ് ഏർണിങ്സ് വന്നു കഴിഞ്ഞാൽ അതുകൂടി അപ്ലൈ ചെയ്താൽ ഇതിനൊരു 10 ഇയേഴ്സിനുള്ളിൽ ഇതിൻ്റെ ബാങ്ക് ലോണോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം തീർത്ത് നിങ്ങൾ സേഫായിട്ടിരിക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു അഡീഷണൽ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. എനിവേ ഞാൻ ഇനി അധികം പറഞ്ഞ് നീട്ടുന്നില്ല. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ 100% വിശ്വസിച്ചുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്തതിലും ഞങ്ങളുടെ കൂടെ നടക്കുന്നതിനും നിങ്ങൾക്ക് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. ഞങ്ങൾക്കും ഉണ്ടാവും, ഞങ്ങളും എന്നും ഉണ്ടാവും. നിങ്ങൾക്ക് വേർഡ് ഓഫ് മൗത്ത് അതായിരിക്കണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ചെയ്യേണ്ട ഒരു സഹായം. അതെങ്ങനെയാണ്? അപ്പോൾ കുറേ ഒക്കെ ഇതാണ് കാര്യങ്ങൾ. ഗുഡ്, നൈസ്. ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ 10 പേരോട് പറയുമ്പോൾ 100 പേരിലേക്ക് പോകും, 100 പേര് പോകും, 1000 പേരിലേക്ക് പോകും. അതായിരിക്കും നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു എന്താ പറയുക അനുഗ്രഹം. സോ താങ്ക് യു വെരി മച്ച്. ഈ ഹാൻഡ് ഓവർ ലിസ്റ്റ് ഞാൻ നേരത്തെ പബ്ലിഷ് ചെയ്യുന്നു. ടോട്ടൽ 98 ക്ലയൻസ് ആണ് ഈ വേദിയിൽ വെച്ച് താക്കോൽ സ്വീകരിക്കാൻ കൺഫർമേഷൻ തന്നത്. അതിനാൽ പേര് വിളിക്കുന്ന മുറയ്ക്ക് സമയം നഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് കീ സ്വീകരിക്കാൻ അപേക്ഷിക്കുന്നു. ഫസ്റ്റ് കീ റിസീവ് ചെയ്യുന്നതിനായി
കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത് ഫ്ലവേഴ്സ് ചാനലിൻ്റെ ടോപ്പ് സിംഗർ സീസൺ 2 വിന്നർ മിസ് ആൻ ബെൻസൺ അപ്പാർട്ട്മെൻറ്റ് നമ്പർ 1209A സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആണിനെ ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ. കാരണം കുറെ ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെ മാറി മാറിയാണ്. ടോപ്പ് സിംഗർ വേറെ എന്തെങ്കിലും പറയും, മറ്റൊരു വേറെ പറയും, സ്റ്റാർ സിംഗർ അല്ലാത്ത സിംഗർ എന്നൊക്കെ പറയും. അപ്പൊ ടോപ്പ് സിംഗർ ഞാനാണ് അന്ന് മോൾക്ക് അവാർഡ് ഡിക്ലെയർ ചെയ്തതും. അപ്പോ മോൾക്ക് അന്ന് പറഞ്ഞിരുന്നത് ഒരു അപ്പാർട്ട്മെന്റ് വേണോ പൈസ വേണോ എന്ന് ചോദിച്ചു. അപ്പൊ മോള് പറഞ്ഞു എനിക്ക് തിരുവനന്തപുരത്ത് ഒരു അപ്പാർട്ട്മെന്റ് തരണമെന്ന് പറഞ്ഞു. യെസ്, അങ്ങനെയാണ് അന്ന് ഇത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അന്നാണ് ഈ പ്രോജക്റ്റ് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചതും അതിന്ന് പൂവണിഞ്ഞു. അപ്പം ഇന്ന് മോള് നമ്മൾക്ക് വേണ്ടി ഒരു അടിപൊളി പാട്ടൊക്കെ പാടും. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, കൂടുതൽ കൂടുതൽ പാടട്ടെ, കൂടുതൽ അവാർഡുകൾ വാങ്ങിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും ഒരു വെരി വാം ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഈവനിങ്. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഒരു 3 long yearsന്റെ ഒരു ഭയങ്കര ഒരു കാത്തിരിപ്പായിരുന്നു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 റണ്ണറപ്പ് ആയിരുന്നു ഞാൻ. 2022 സെപ്റ്റംബറിനാണ് നമുക്കിത് അനൗൺസ് ചെയ്യുന്നത്. ആ മൊമെന്റ് തൊട്ട് ഈ മൊമെന്റ് വരെയും ഒരു വലിയ ഒരു കാത്തിരിപ്പിന്റെ ഒരു എൻഡാണ് ഇവിടെ. ഒപ്പം തന്നെ എനിക്ക് ഇത് ശരിക്കും റിയൽ ആണോ എന്ന് പോലും വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു മൊമെന്റ് ആണത്. എൻ്റെ ഈ ഒരു ഏജിൽ എനിക്കിത് അച്ചീവ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പപ്പ, അമ്മ, എൻ്റെ ഫാമിലി, എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ്, കസിൻസ് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഏറ്റവും വലിയൊരു നന്ദി ഞാൻ അറിയിക്കുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനും ഒപ്പം തന്നെ ഫ്ലവേഴ്സ് ടിവിക്കുമാണ്. കാരണം അവരുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഈ ഒരു ഇത്രയും വലിയൊരു ഡ്രീം എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. എല്ലാവർക്കും എൻ്റെ ഏറ്റവും മനസ്സ് നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. ഒപ്പം തന്നെ ജോയ് സാർ, പിന്നെ നമ്മുടെ ഇവിടെ റോയ് സാർ ഉണ്ടായിരുന്നു, റോയ് സാറിന് നന്ദിയുണ്ട്. ഒപ്പം തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും എനിക്ക് കൃഷ്ണകുമാർ അങ്കിളാണ് തന്നുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സ്, സിന്ധു ആൻറ്റി, ഫ്ലവേഴ്സ് ടിവിയിലെ ശ്രീകണ്ഠൻ നായർ സാർ, എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ആക്ച്വലി പുള്ളിക്കാരത്തിയാണ് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ എന്ന് പറയാം. അന്ന് നിങ്ങൾക്ക് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടാവും അത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു വീട് പണിതു, അല്ലെങ്കിൽ അപ്പുറത്ത് കൊടുത്ത് ഇപ്പുറത്ത് കൊടുത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകും. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഭവനം കിട്ടി. അതൊരു ഭയങ്കര അച്ചീവ്മെന്റാണ് മോളെ. എത്ര വയസ്സായി മോൾക്ക്? 18 ആയിട്ടുള്ളൂ. അല്ല, വളരെ അച്ചീവ്മെന്റ് ആയി പോയില്ല. സൂപ്പർ. ഇത് എടുത്തോണ്ട് പോകാൻ പറ്റില്ല ആർക്കും. ഓക്കെ, താങ്ക് യു.
148 അപ്പാർട്ട്മെന്റിലുള്ള ഈ പ്രൊജക്ട് വിജയകരമായി പൂർത്തിയാക്കാനും നമുക്കിന്നിവിടെ ഒത്തുചേരാനും നമ്മെ അനുഗ്രഹിച്ച സർവേശ്വരന് ആദ്യമായി തന്നെ നന്ദി അർപ്പിക്കുന്നു. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വിജയരഹസ്യം അതിന്റെ ഫൗണ്ടറും ചെയർമാനും നമ്മളെവരുടെയും ബഹുമാന്യനുമായ ഡോക്ടർ റോയ് CJ സാറിന്റെ ദീർഘവീക്ഷണവും അർപ്പണബോധവുമാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ എവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കേരള റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബിൽഡേഴ്സിൽ 25 പ്രൊജക്ടുകളിലായി 2400ഓളം ഭവനങ്ങൾ കൈമാറി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഏക ബിൽഡർ കോൺഫിഡൻസ് ഗ്രൂപ്പാണ്. 3.1 മില്യൺ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയും 3 മില്യൺ സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഏക ബിൽഡറും കോൺഫിഡൻസ് ഗ്രൂപ്പാണ്. 47 റിറ രജിസ്ട്രേഡ് പ്രൊജക്ടുകളുള്ള ഏക ബിൽഡർ, കേരളത്തിലെ രണ്ടാമത്തെ ബിൽഡറും കോൺഫിഡൻസ് ഗ്രൂപ്പാണ്. ഇതെല്ലാം സാധ്യമായത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ ബഹുമാന്യായ ശ്രീ TA ജോസഫ് സാറിന്റെ നേതൃത്വ പാഠവും സംയോജിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി നന്ദി പറയാനുള്ളത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഡയറക്ടറുമായ ശ്രീ ജോയ് J. തുളൂർ സാറിനോടാണ്. നമ്മൾ ഇന്നിവിടെ കീ ഹാൻഡിംഗ് ഓവർ ചെയ്ത കോൺഫിഡൻസ് ക്രൗൺ ഉൾപ്പെടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എല്ലാ പ്രൊജക്ടുകളും വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കൃത്യമായ മാർഗനിർദ്ദേശവും നിരന്തരമായ പരിശ്രമവും ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് ഏവരുടെയും പേരിലുള്ള കൃത്യമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. അടുത്തതായി നന്ദി പറയാനുള്ളത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷീല മാഡത്തിനോടാണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് പ്രൊജക്ടുകളുടെ വിജയകരമായ പൂർത്തീകരണത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ ഷീല മാഡത്തിന് നമ്മൾ ഏവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു മാഡം. അടുത്തതായി നന്ദി അറിയിക്കാനുള്ളത് ട്രിവാൻഡ്രം ഡിവിഷന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുകയും എല്ലാവിധ അപ്രൂവലുകളും സമയബന്ധിതമായി നേടിയെടുത്ത് പ്രൊജക്ടുകളുടെ പൂർത്തീകരണത്തിനായി നിരന്തരം പരിശ്രമിക്കുന്ന ട്രിവാൻഡ്രം ഡിവിഷൻ ഹെഡും സീനിയർ ജനറൽ മാനേജർ പ്രൊജക്ട്സും കൂടിയായ ശ്രീ ശിവൻകുട്ടി സാറിനോടാണ്. അദ്ദേഹത്തിന് ഉള്ള ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ. അടുത്തതായി നന്ദി അറിയിക്കാനുള്ളത് ഈ പ്രൊജക്ടിന്റെ വിജയകരമായ പൂർത്തീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ക്രൗൺ പ്രോജക്ട് ഇൻചാർജ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ പ്രൊജക്ട്സ് ശ്രീ കൃഷ്ണകുമാറിനോടും ട്രിവാൻഡ്രം ഡിവിഷണൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ പ്രൊജക്ട്സ് ശ്രീ അജീഷിനോടും മറ്റെല്ലാ പ്രൊജക്ട് മെമ്പേഴ്സിനോടുമാണ്. നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി അറിയിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ക്രൗൺ കസ്റ്റമേഴ്സിനോടും അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടുമാണ്. ഞങ്ങളെ വിശ്വസിച്ച് ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിച്ചതിനും എല്ലാ ക്ലയൻസിനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ സീസൺ 2 ഫസ്റ്റ് റണ്ണർ-അപ്പ് ആയി കോൺഫിഡൻസ് ക്രൗൺ പ്രോജക്റ്റിലെ 1 BHK ഫ്ലാറ്റ് സമ്മാനമായി ലഭിച്ച ആൻ ബെൻസണും അവരുടെ കുടുംബാംഗങ്ങളോടുമാണ്. ഫ്ലവേഴ്സ് TV ചാനൽ മെമ്പേഴ്സിനോടും ഈ അവസരത്തിൽ ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ബാങ്കിംഗ് പാർട്ട്നേഴ്സ്, അഡ്വക്കേറ്റ്സ്, നെയ്ബേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ്, ഈ പ്രോഗ്രാമിന്റെ അറേഞ്ച്മെന്റ് ചെയ്ത ABC ഇവന്റ് മാനേജ്മെന്റ്, ഭക്ഷണമൊരുക്കിയ റഹ്മാനിയ കാറ്ററിംഗ്, ഫോട്ടോഗ്രാഫി ചെയ്ത മിൽസ് ആൻഡ് ബൂംസ് എന്നിവരോടാണ്. അവർ ഓരോരുത്തരോടും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അവസാനമായി ഈ കീ ഹാൻഡിംഗ് ഓവർ സെറമണിയിൽ പങ്കെടുക്കുന്നതിനായി മറ്റ് ബ്രാഞ്ചുകളിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാ സഹപ്രവർത്തകരോടും ട്രിവാൻഡ്രം ടീമിനോടും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഭയങ്കര സന്തോഷം, എക്സ്ട്രീംലി ഹാപ്പി, അതാണ് പറയാനുള്ളത്. ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു. ഭയങ്കര ഒരു അൺറിയൽ മൊമെന്റ് ആണ്. എല്ലാവർക്കും കോൺഫിഡൻസ് ക്രൗണിൽ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട്
താമസിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ നടന്നത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ 22 സീസൺ 2-ന്റെ റണ്ണറപ്പായ ആൻ ബെൻസന്റെ അപ്പാർട്ട്മെന്റ്. അന്ന് ഞങ്ങൾ ഓഫർ ചെയ്തിരുന്നത് ക്യാഷ് ഓർ ഒരു അപ്പാർട്ട്മെന്റ് കൊടുക്കുന്നു. ഷീ ഈസ് വെരി ഇന്റലിജന്റ് ഗേൾ, സോ ഷീ ഡിസൈഡ് ടു ടേക്ക് വൺ അപ്പാർട്ട്മെന്റ്. ബ്യൂട്ടിഫുൾ അപ്പാർട്ട്മെന്റ് ഇസ് റെഡി ഫോർ her and key and everything is handed over. So all the best more. Thank you so much. Take care. Thank you very much. Thank you so much. Extremely happy-ആണ് ഇത്രയും ഒരു പ്രൗഡസ്റ്റ് മൊമെന്റിൽ വിത്ത് മൈ ക്ലോസ് പീപ്പിൾ, എൻ്റെ പപ്പ അമ്മ, എൻ്റെ ഏറ്റവും അടുത്ത ഫാമിലി, ഒപ്പം തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഫാമിലി, എല്ലാവരും 24 ഫാമിലി, എല്ലാവരോടൊപ്പം തന്നെ ഈ ഒരു മൊമെന്റ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഞാൻ വിചാരിക്കുകയാണ്. ഒപ്പം തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കോൺഫിഡൻറ്റ് ക്രൗണിലുള്ള ബാക്കി എല്ലാ ഫാമിലീസിനും നല്ല ഹാപ്പി ഹോം ഞാൻ വിഷ് ചെയ്യാണ്. ഒപ്പം ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഭക്ഷണം കഴിച്ചവിടെ വെച്ച് തുടങ്ങും. അപ്പോൾ ഒരു പാട്ടൊക്കെ ഓക്കെ മോളെ, താങ്ക് യു. ഞാനിരിക്കുന്നത് കോൺഫിഡൻറ്റ് ക്രൗൺ തിരുവനന്തപുരത്ത് പ്രോജക്റ്റാണ്. ഇതിൻ്റെ ഹാൻഡിങ് ഓവറാണ് നടന്നത്. 148 അപ്പാർട്ട്മെൻറ്റുള്ള ഈ പ്രോജക്റ്റിൻ്റെ കീ ഹാൻഡിങ് ഓവർ നടന്നു. ഇത് റെക്കോർഡാണിത്. കാരണം ഇന്ന് സ്വന്തമായിട്ട് കീ കളക്ട് ചെയ്ത ആൾക്കാർ, ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്തത് 100 ഈ കസ്റ്റമേഴ്സാണ്. അവരെല്ലാം വളരെ സന്തോഷമാണ്. ഞങ്ങൾക്കും വളരെ സന്തോഷം. ഇത് നല്ല രീതിയിൽ ചെയ്തു തീർക്കാനും ഒരു ഔട്ട്സ്റ്റാൻഡിങ്, ഇതൊരു സ്മൈൽ ഹോം പ്രോജക്റ്റാണ്. എന്നിരുന്നാലും ഇത് വളരെ നല്ല ഇത് ചെയ്തു തീർത്തു. ഇത് കസ്റ്റമേഴ്സ് എല്ലാം വളരെ ഹാപ്പിയാണ്. ഇന്ന് ഞാൻ പല ക്ലയൻസുമായിട്ട് സംസാരിച്ചപ്പോഴും കീ കൊടുത്തപ്പോഴും അവർ പറഞ്ഞത്, ഞങ്ങൾ ഈവൻ ഈ പ്രോജക്റ്റ് കാണാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. കാരണം അവർ നേരത്തെയും പല പ്രോജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലുള്ള ട്രസ്റ്റ് ആണ് അതിൻ്റെ മുഖ്യ ഘടകം ആയിട്ട് അവർ പറഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെതായ എല്ലാ സൗകര്യങ്ങളോടുള്ള അപ്പാർട്ട്മെൻറ്റ് ചെയ്തു കൊടുത്തു. ഇതിൻ്റെ അകത്ത് അവർക്ക് ഇത് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തത് 35 ലക്ഷം രൂപയ്ക്കാണ്. പക്ഷേ ഇന്നിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് 50, വിൽക്കാനൊന്നുമില്ല, റീസെയിൽ നടക്കുന്നത് 55 ലക്ഷം 56 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ അവരുടെ ഈ ഇത് അപ്രിസിയേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെടുത്ത ആൾക്കാരും ഞങ്ങളുടെ ട്രസ്റ്റോടുകൂടി ഞങ്ങളുടെ കൂടെ നടക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വസിച്ചിവിടെ ഭവനങ്ങൾ വാങ്ങിച്ച ആൾക്കാർക്കും
വളരെയധികം ഹാപ്പിയായിട്ട് കണ്ടു. അവരെല്ലാം വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചു, വളരെ സന്തോഷകരമായിട്ട് പ്രതികരിച്ചു. അപ്പോൾ ഇനിയും കൂടുതൽ പ്രോജക്റ്റുകൾ കോൺഫറൻസ് ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഇതേ സെഗ്മെൻറ്റിൽ തന്നെ ഒരു 4 പ്രോജക്റ്റ് കൂടി വരുന്നു, കൊച്ചിയിലും തൃശ്ശൂരും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ പ്രൊമോട്ട് ചെയ്തതിനും ഞങ്ങളുടെ അംബാസിഡേഴ്സ് ആയിരിക്കുന്നതിലും സന്തോഷം. താങ്ക് യു വെരി മച്ച്.